Hello everyone, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ iOSനുള്ള കുറച്ച് ബാറ്ററി സേവിങ് ടിപ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ന്യൂസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം, ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് റോൾ. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് റിമൂവ് അൺവാണ്ടഡ് വിജിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം iOS 14 വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു പുതിയ ആഡ് ഓൺ ഫീച്ചറാണ് നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള വിജിറ്റ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഇതുപോലുള്ള ബാറ്ററി വിജിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ വെതർ കാണിക്കുന്ന വിജിറ്റ്, അപ്പോൾ ഇതുപോലത്തുള്ള വിജിറ്റ്സുകൾ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും ഇൻഫർമേഷൻസ് ഇതിൽ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി എപ്പോഴും അത് ഡേറ്റാസ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വൈഫൈ ഡാറ്റ എപ്പോഴും ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫെച്ച് ചെയ്യുന്നതോടെ നമ്മുടെ ബാറ്ററി ചാർജ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വിജിറ്റ്സുകൾ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് തരാം. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു വിജിറ്റ്സിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ പോയി ആ മൈനസ് ബാറിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് റിമൂവ് കൊടുക്കുക. ഇതുപോലത്തുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനാണ്. കാരണം എപ്പോഴും ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡാറ്റയ്ക്ക് വേണ്ടി എപ്പോഴും ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി റിമൂവ് ചെയ്ത് കളയാം. പിന്നീട് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ആഡ് ചെയ്യാനാണ്. അതിനുവേണ്ടി ജസ്റ്റ് ആ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇതുപോലത്തെ എല്ലാ വിജിറ്റ്സുകളും ഇതിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വിജിറ്റ്സുകൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും iOS 14 യൂസേഴ്സ് ആ ട്രൈ നോക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് റേസ് ടു വേക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഈ ഒരു ഫീച്ചർ എപ്പോഴും എനേബിൾ ചെയ്തിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഫോണൊന്ന് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഫോണിന് വന്നാൽ മതി, എപ്പോഴും അത് ഡിസ്പ്ലേ ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ റേസ് ടു വേക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾ ഡിസേബിൾ ഇടുക. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ജനറൽസിൽ കയറുക. അവിടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഓൺ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഫോണിൽ എന്തോരം ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡേറ്റാസ് എപ്പോഴും ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യണം, ജസ്റ്റ് ടേൺ ഓഫ് കൊടുത്താൽ മതി, എല്ലാത്തിൻ്റെയും ഓഫ് ആവും. അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിലേക്ക് വന്നിട്ട് ഇവിടെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ എനേബിൾ ചെയ്യുക, ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോന്ന് ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ എനേബിൾ ചെയ്തിട്ടാൽ മതി. അങ്ങനെ നമുക്ക് കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഓപ്ഷനകത്താണ്. ബാറ്ററി ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഓപ്ഷനകത്ത് ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ഇതിനെപ്പറ്റി ഒരു സ്പെസിഫിക് വീഡിയോ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഏജ് ആകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ കാലപ്പഴക്കം സംഭവിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അതായത് പെട്ടെന്ന് ഏജ് ആകാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി എനേബിൾ ചെയ്ത് തരുക. പിന്നീടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിക്കകത്താണ്. പ്രൈവസിയിൽ നിങ്ങൾക്കറിയാം, അപ്പോൾ ഇതിൽ നിങ്ങൾ ലൊക്കേഷൻ സർവീസസ് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഐഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ലൊക്കേഷൻ സർവീസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്തിടാം. അപ്പം ഡിസേബിൾ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഇൻ കേസ് നിങ്ങളുടെ ഫോൺ ലോസ്റ്റ് ആകുമോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല വരും നമ്മുടെ ഡിവൈസ്. ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ എൻ്റെ എല്ലാ ആപ്പുകളും ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൻ്റെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഒരു വെതറിൻ്റെ ഓപ്ഷൻ എടുത്തു, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ കാണും. അതിൽ നിങ്ങൾക്ക് ഓൾവേസ് ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് മാറ്റി വൈൽ യൂസിങ് ആക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓൺ ആകുന്ന സമയത്ത് മാത്രം ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ മതി, അല്ലാത്ത സമയത്ത് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് വേണ്ട എന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ് അത് കംപ്ലീറ്റ്ലി നെവർ എന്ന് കൊടുക്കുക. ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ആപ്ലിക്കേഷൻസിന് മാത്രം നിങ്ങൾ വൈൽ യൂസിങ് എന്ന് പറഞ്ഞ ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ ഇടുക. അതോടൊപ്പം തന്നെ ഒരു ബോണസ് ടിപ്പ് എന്ന രീതിയിൽ നിങ്ങളിപ്പം വീട്ടിൽ തന്നെയാണ്, കാരണം ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമുകൾ, ഇപ്പം PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലോങ് ടൈം നിങ്ങളുടെ ബാറ്ററി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിൽ തന്നെ ആവണം, നമുക്ക് ഫുൾ സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ സർവീസ് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിസേബിൾ ചെയ്യുമ്പം നമുക്ക് ഇഷ്ടം വഴി ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻസിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കയറുമ്പോൾ ഇതിനകത്ത് പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രിസൈസ് ലൊക്കേഷൻ നിങ്ങൾ ഡിസേബിൾ ഇടുവാണെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ
എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മൾ എവിടെ നിൽക്കുന്നു അതിൻ്റെ കൃത്യം സ്പോട്ട് കാണിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് ബാറ്ററി സേവ് ചെയ്യാം, 2 നമുക്ക് പ്രൈവസി. ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല നമ്മളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസേബിൾ ഇടാം. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിന് ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ഇടാവുന്നതാണ്. പിന്നീടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിക്കകത്ത് തന്നെയാണ്. ഇതിനകത്ത് സിസ്റ്റം സർവീസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ബേറ്റ റൺ ചെയ്യുന്ന ഒരു iOS 13 ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതിൽ ചില ഓപ്ഷൻസ് ഒക്കെ ഓൾറെഡി ഡിസേബിൾഡ് ആയിരിക്കും. അതായത് iOS 14 ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ ഈ ആപ്പ് ഓപ്ഷൻസ് മൊത്തം എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ വേണ്ട ഓപ്ഷൻസ് മാത്രം എനേബിൾ ചെയ്യാം, ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ടത് എമർജൻസി SOS, അത് നമുക്ക് വേണം, ബാക്കിയെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാം. പിന്നെ എക്സ്പോഷർ നോട്ടിഫിക്കേഷൻ, ഫൈൻഡ് മൈ ഐഫോൺ, ഹോം കിറ്റ് ഒന്നും നമുക്കിവിടെ ഇല്ല. അതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ വരുമ്പം നെറ്റ്വർക്കിംഗ് ആൻഡ് വയർലെസ് എന്ന് പറയുന്നത് ഇപ്പം iPhone 11, 11 Pro, 11 Pro Max ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പുണ്ട്, U1 ചിപ്പ്. അപ്പോൾ ആ ഒരു ചിപ്പിൻ്റെ ഫംഗ്ഷനാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നെറ്റ്വർക്കിംഗ് ആൻഡ് വയർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട് അത് എനേബിൾ ചെയ്തിട്ടേക്കണം. അതേപോലെ തന്നെ ടൈം സോൺ സെറ്റിങ്സ്, ഷെയർ മൈ ലൊക്കേഷൻ, പിന്നെ വൈഫൈ കോളിങ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നീട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ഡിസേബിൾ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ, മുമ്പേ നമ്മൾ കണ്ടായിരുന്നു പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു ഫീച്ചർ പോലെയാണ് സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ചില ലൊക്കേഷൻസ് ആപ്പിൾ അല്ലെങ്കിൽ ഈ ഡിവൈസ് സേവ് ചെയ്ത് വെക്കും ക്ലൗഡിൽ. അതുപയോഗിച്ച് പിന്നീട് നമ്മൾ ആ സ്ഥലം ആക്സസ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ അടുത്തുള്ള മാപ്പ് ഇൻഫർമേഷൻസ്, അതായത് റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകൾ, ഇതൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി, പ്രിസൈസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ഡേറ്റ സേവ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ, പ്രൈവസി കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം, ക്ലിയർ മൈ ഹിസ്റ്ററി. അതിനുശേഷം ഇത് ഡിസേബിൾ ആക്കിയിട്ടാൽ മതി. ഇത് നല്ലൊരു കാര്യമാണ്. പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു ഫീച്ചേഴ്സാണ് ഈ കാണുന്ന പ്രോഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. ഈ ഐഫോൺ അനാലിറ്റിക്സ്, പോപ്പുലർ EME, റൂട്ടിംഗ് ആൻഡ് ട്രാഫിക്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. പിന്നീട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സെറ്റിങ്സ് നമ്മുടെ പ്രൈവസി തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ആദ്യം നമ്മളിപ്പോൾ നോക്കിയത് ലൊക്കേഷൻ സർവീസിനകത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ താഴെ ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്ക് 2 കാര്യങ്ങളാണ്, പ്രൈവസി, ബാറ്ററി. പിന്നീട് നമ്മൾ പ്രൈവസി തന്നെ താഴേക്ക് വരുമ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന 2 ഓപ്ഷൻസാണ് ഈ കാണുന്നത്. ഒന്ന് അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റും, അതേപോലെ ആപ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നതും. ഇതിനകത്ത് അനാലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നീട് താഴേക്ക് വരുമ്പോൾ ആപ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡുകളെ കാണിക്കത്തുള്ളൂ. ഇത് ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കണ്ടമാനം ചവർ ആഡുകളെല്ലാം കയറി വരും. അതാണ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് ചവർ വേണ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ മസ്റ്റായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പുഷ് നോട്ടിഫിക്കേഷൻ, അതായത് മെയിലിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു ഫീച്ചർ അവിടെ മാറ്റണമെന്ന് വെച്ചാൽ സെറ്റിങ്സിലാണ് പോവുക. ഇവിടെ നിങ്ങൾ മെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കയറുക. അതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഫെച്ച് ന്യൂ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ പുഷ് നോട്ടിഫിക്കേഷൻ്റെ ഫുൾ സാധനവും കാണിക്കും. ഇതിൽ നിങ്ങൾ പുഷ് എന്ന് പറഞ്ഞാൽ ഡിസേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ ആ മെയിൽ ആപ്ലിക്കേഷൻ സീരിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഹവറോ മിനിറ്റോ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. നിങ്ങളത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവൽ ആക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ ബാറ്ററി ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ന്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ, Milan. Catch you guys in the next video. Till then, peace.